ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 29. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. വിവർത്തനം. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. ഭാവാർത്ഥം: എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ, കൃഷ്ണനെ കാണുന്നതുകൊണ്ട് കൃഷ്ണാവബോധമുദിച്ച യോഗിയാണ് പൂർണ്ണമായി കണ്ടറിഞ്ഞവൻ എന്ന് പറയാം. ഈശ്വരഃ സർവഭൂതാനാം ഹൃദയേഷർജുന തിഷ്ഠതി. ബ്രാഹ്മണന്റെയും നായയുടെയും ഹൃദയത്തിൽ പരമാത്മസ്വരൂപത്തിൽ ഭഗവാൻ വാഴുന്നുണ്ട്. അവിടുന്ന് എന്നെന്നും ഇന്ദ്രിയാതീതനാണെന്നും ബ്രാഹ്മണനിലോ ശ്വാവിലോ വാഴുമ്പോഴും ഭൗതികത അദ്ദേഹത്തെ, പരമാത്മാവിനെ ബാധിക്കുന്നില്ലെന്നും ഒരു ഉത്തമ യോഗിക്കറിയാം. ആ വിധമുള്ളതത്രേ ഭഗവാന്റെ നിഷ്പക്ഷഭാവം. ഓരോ ജീവാത്മാവും ഓരോ ഹൃദയത്തിലും കുടികൊള്ളുന്നുണ്ട്. പക്ഷേ അവൻ സർവഹൃദയസ്ഥനല്ല. അതാണ് ജീവാത്മാ പരമാത്മാക്കൾ തമ്മിലുള്ള വ്യത്യാസം. അത് വീണ്ടും വണ്ണം കണ്ടറിയാൻ ശരിക്കും യോഗനിഷ്ഠരല്ലാത്തവർക്ക് കഴിയുകയില്ല. കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഹൃദയത്തിൽ കൃഷ്ണനെ കാണാൻ സാധിക്കും. സ്മൃതിവാക്യം നോക്കുക. ആദതത്വാച്ച മാതൃത്വാച്ച ആത്മാ ഹി പരമോഹരിഹി. സർവഭൂതങ്ങൾക്കും ഉറവിടമായ ഭഗവാൻ മാതാവിനെയും രക്ഷകനെയും പോലെയാണ്. ഭിന്ന സ്വഭാവികളായ മക്കളോടെല്ലാം ഒരമ്മ നിഷ്പക്ഷഭാവേന പെരുമാറുന്നത് പോലെ പരമപിതാവും അഥവാ മാതാവും അങ്ങനെ പെരുമാറുന്നു. സർവഭൂതങ്ങളിലും പരമാത്മ സാന്നിധ്യമുണ്ട്. ബാഹ്യമായിട്ടും ഓരോ ജീവാത്മാവും സ്ഥിതി ചെയ്യുന്നത് ഭഗവത് ശക്തിയിലത്രേ. 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് പോലെ ഭഗവാന് മൗലികമായി 2 ശക്തികളാണുള്ളത്. ഉത്തമമായ ആത്മീയ ശക്തിയും അധമമായ ഭൗതിക ശക്തിയും. ഉത്തമ ശക്തിയുടെ അംശമാണെങ്കിലും ജീവാത്മാവ് അധമശക്തിയാൽ ബദ്ധനായിരിക്കുകയാണ്. എങ്കിലും എപ്പോഴും ഭഗവത് ശക്തിയിൽ തന്നെ നിലകൊള്ളുന്നു. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിലാണ് വർത്തിക്കുന്നത്. ഈ ജീവാത്മാക്കൾ കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നവരാകയാൽ വിഭിന്ന അവസ്ഥകളിൽപ്പെട്ടിരുന്നാലും ഏത് ചുറ്റുപാടിലും ഭഗവത് ദാസന്മാരാണെന്നറിയാവുന്ന യോഗി അവരെ സമദൃഷ്ടിയോടെയാണ് വീക്ഷിക്കുക. ഭൗതിക ശക്തിക്ക് അധീനനാകുമ്പോൾ ജീവാത്മാവ് ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു. ആത്മീയ ശക്തിയിൽ അധിവസിക്കെ സർവേശ്വരനെ നേരിട്ട് സേവിക്കുന്നു. 2 നിലയിലും ജീവാത്മാവ് കൃഷ്ണന്റെ ദാസൻ തന്നെയാണ്. കൃഷ്ണാവബോധത്തിൽ ഈ സമദർശിത്വം പൂർണ്ണമായുണ്ടാവും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.